ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴതോറും മുമ്പ് സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം കേട്ടോ. ഇനിയുള്ള എപ്പിസോഡൊക്കെ നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസ് ആട്ടോ നമുക്ക് വരുന്നത്. കാരണം നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലൈസായി കിടക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു അച്ഛന് സഹിക്കാൻ പറ്റാവുന്നതിനേക്കാൾ വലിയൊരു സങ്കടമാണ് വീണ്ടും കൊടുത്തേക്കുന്നത്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളും ആ മനുഷ്യൻ എങ്ങനെയൊക്കെയോ താണ്ടി താണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടമാവണമെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കാനുള്ള കൊതി കൊണ്ടാണ് മുത്തുമണീസെ ഒരു കമൻറ്റൊക്കെ ഇടണം കേട്ടോ. എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും ഒന്ന് ഇടുക കേട്ടോ, ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ നമുക്ക് നാളത്തെ പ്രൊമോ വിശേഷത്തിലോട്ട് പോയാലോ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്ര ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അലീന നമ്മളെ കൃഷ്ണമോളെ വിളിച്ച് വീട്ടിലെ കാര്യങ്ങളും മറ്റുമൊക്കെ തിരക്കാണ്. എന്താണ് മോളെ? അപ്പോൾ ആ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അവിടെ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് വരാം എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോളെ ആശ്വസിപ്പിച്ചിട്ട് അലീന ഫോൺ വെക്കുകയാണ്. എന്നിട്ട് സിസ്റ്ററോട് ചോദിച്ചിട്ട് ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് വീണ്ടും കയറണം. എന്നിട്ട് ബാലേന്ദ്രൻ്റെ മുഖത്ത് നോക്കുകയാണ് കേട്ടോ. ആ അച്ഛൻ ആ പിതാവിൻ്റെ അല്ലേ അത്രയും സങ്കടങ്ങൾ ആ മനുഷ്യൻ താങ്ങി നെഞ്ച് പൊട്ടി തകർന്ന് രണ്ടാമതും വന്നൊരവസ്ഥയാണിത്. അപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ് കേട്ടോ. അലീനയ്ക്ക് എത്രത്തോളം ശക്തിയും മാക്സിമം എത്രത്തോളം മനസ്സിന് ധൈര്യം എടുക്കാൻ പറ്റുമോ അത്രയും ധൈര്യം എടുത്തുകൊണ്ട് അലീന ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് അച്ഛാന്ന് വിളിക്കുകയാണ്. അപ്പം നിറകണ്ണുകളോടെ ആ മോളുടെ മുഖത്ത് നോക്കുകയാണ്. അച്ഛാ, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അച്ഛാ, നമ്മുടെ രോഹിത്ത് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അച്ഛാ. അവനെ അതിൽ ആ ഹരി കുരുക്കി കളഞ്ഞതാണ് അച്ഛാ. അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മുടെ രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ ചേച്ചി എന്ന രീതിയിൽ ഞാൻ അവനെ പുറത്ത് കൊണ്ടുവന്നിരിക്കും. അച്ഛൻ ഒട്ടും ആവലാതിപ്പെടേണ്ട, അച്ഛൻ ധൈര്യമായിട്ടിരിക്കും, ഞാനുണ്ട് പുറത്ത് എന്ന് ആശ്വാസ വാക്കുകൾ ആ ബാലേന്ദ്രന് കൊടുക്കുകയാണ് കേട്ടോ അലീന. പക്ഷെ എന്തെന്നില്ലാത്ത ഒരു മനസ്സിനൊരു ധൈര്യം ആ നിമിഷം ബാലേന്ദ്രൻ്റെ ഉള്ളിൽ വരാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പഠിക്കുന്ന പ്രായമല്ലേ മോളെ, അവൻ ഇങ്ങനെ ഒരു തെറ്റി പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി, അതിൽ നിന്ന് എങ്ങനെ അവൻ തലയൂരി വരും? ഒരു പോസ്റ്റോ കേസായൊക്കെ അത് മാറില്ലേ മോളെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അച്ഛാ പേടിക്കണ്ട, അവനെ നമുക്ക് എങ്ങനെയും പുറത്തിറക്കാമെന്ന് അലീന എത്രത്തോളം മനസ്സ് അടക്കി പിടിച്ച് പറയാൻ പറ്റും ആ ഒരു ധൈര്യം ബാലചന്ദ്രന് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ എങ്കിലും ബാലചന്ദ്രന് അത് ആശ്വാസ വാക്കുകളായിരുന്നു. പക്ഷേ എങ്കിലും ഉള്ളിൽ ആ ഒരു വല്ലാത്ത ഒരു വീർപ്പുമുട്ടൽ ഇങ്ങനെ ആ മനസ്സിലിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോളെ, എനിക്കിവിടെ കിടക്കുന്നിട്ട് ഒരു സമാധാനം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അലീന പറ്റുന്ന പോലെ ബാലചന്ദ്രനെ സമാധാനിപ്പിച്ച് ഒക്കെ ആക്കുകയാണ്. അങ്ങനെ ഒരുവിധം സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അലീന നേരം നമ്മുടെ മനുവിനെ പുറത്തോട്ട് ഇറങ്ങി. അപ്പം ആ സമയത്ത് നേഴ്സ് വന്ന് പറയുന്നുണ്ട് കേട്ടോ, ഒത്തിരി സംസാരിപ്പിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരുവിധം ആയി വന്നേ ഉള്ളൂ, അവിടെ ഒത്തിരി സംസാരിപ്പിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന, അച്ഛൻ ഞാൻ പുറത്ത് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങണം. എന്നിട്ട് മനുവായിട്ടെന്നെ വിളിക്കുകയാണ്. അങ്ങനെ മനുശങ്കറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. തല തെറിച്ച് പോകുന്ന കണക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് മനുവിന് ഇതൊക്കെ കേട്ടിട്ട്. എന്നിട്ട് മനുവിനോട് അലീന പറയുന്നുണ്ട്, ഹരി ഇതിൻ്റെ മെയിൻ സൂത്രധാരനാണെന്ന് മനുവേട്ട എനിക്ക് തോന്നുന്നത്. കാരണം അവൻ എനിക്ക് തന്നതുപോലെ തന്നെ ആ കുട്ടിക്കും കൊടുത്തിട്ടാണ് ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ രോഹിത്ത് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അവൻ അവിടെ ചെന്നിരുന്നു എന്നുള്ളതായിരിക്കും, പക്ഷെ അവൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവൻ എടുത്ത് പറയുന്നത്. രോഹിത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് രക്ഷിക്കണം മനുവേട്ട, എൻ്റെ അവനെ എനിക്ക് കൊണ്ടുവരണം വെളിയിൽ. അപ്പം നമ്മുടെ മനുവിനോട് ഇങ്ങനെ അലീന പറയാണ്. അപ്പം മനു പറയുന്നുണ്ട്, നീ എന്തായാലും സമാധാനപ്പെടുക, അങ്കിളിനിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അലീനയെ സമാധാനിപ്പിച്ച്, നീ ധൈര്യം കൈവിടരുത് അലീന, മാക്സിമം നീ ഒന്ന് ഇതായിട്ട് ധൈര്യത്തോടെ നിൽക്കണം. കാരണം നീ ഒരാളിപ്പോൾ ധൈര്യത്തോടെ നിന്നാൽ മാത്രമേ അങ്കിളിനാണെങ്കിലും ആ ഒരു രീതിയിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ മനു പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അലീനയുടെ അടുത്ത് മനു പറയുന്നുണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് വരും, വീട്ടിൽ ചെന്നിട്ട് ഞാൻ അങ്കിളിൻ്റെ അടുത്ത് വന്നോളാം, നീ കൃഷ്ണമോളുടെ അടുത്തും ബബിതയുടെ അടുത്തും പൊക്കോളൂ. കാരണം ബബിതേനെ ഒറ്റയ്ക്ക് അവിടെ നിർത്തുന്നതും അല്ലെങ്കിൽ കൃഷ്ണമോളെ നിർത്തുന്നത് ഒട്ടും സേഫ് അല്ല. അതുകൊണ്ട് അത് അത്രത്തോളം സീരിയസ് ആയിട്ട് തന്നെ അലീന ചിന്തിക്കുന്നുണ്ട്. അപ്പം മനുവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അലീന വീട്ടിൽ പോയി നിൽക്കാന്നുള്ള രീതിയിൽ പോകാൻ വേണ്ടി മനു പറയാണ്. അങ്ങനെ അലീന ബാലേന്ദ്രനെ ഒന്നും കൂടെ കണ്ടിട്ട് കുറച്ച്
സമാധാനിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛാ മനുവേട്ടൻ വരും, ഞാനപ്പോൾ വീട്ടിലൊന്ന് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഇറങ്ങുകയാണ്. അങ്ങനെ അലീന വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോൾ ഓടി വരികയാണ്. എങ്ങനെയുണ്ട് അലീന ചേച്ചി, അച്ഛൻ എങ്ങനെയുണ്ട്, രോഹിതേട്ടൻ എന്തായി, രോഹിതേട്ടന് പുറത്തിറങ്ങാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ കുട്ടിക്ക് അതിൻ്റേതായ പക്വതയിൽ അവൾ സങ്കടങ്ങൾ പ്രകടിപ്പിക്കണം. പക്ഷെ ബബിത എന്താണെന്നോ ഏതാണെന്നോ ഒന്നും ചോദിക്കല്ല. അവൾക്ക് വേറെ ഒന്നുമില്ല, അവൾക്ക് ഒരു ഫോണും കിട്ടി അവനെയും വിളിച്ച് സൊല്ലിക്കൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണങ്ങളും കിട്ടിയാൽ മതി. അച്ഛൻ ആശുപത്രിയിൽ കിടക്കുന്നു, സ്വന്തം ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നു, അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, അവൾക്കതൊന്നും ഒരു വിഷയമേ അല്ല. എൻ്റെ അലീന കൃഷ്ണമോളെ സമാധാനിപ്പിക്കണം, മോളെ ടെൻഷനൊന്നും ആവണ്ട, രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും അവനെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ധൈര്യത്തിൽ കൃഷ്ണമോളെയൊക്കെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അലീന മനുവേട്ടനെ ഒന്നും കൂടെ മനുവിനെ വിളിക്കുകയാണ്. എൻ്റെ മനു പറയുന്നുണ്ട്, ഞാൻ എത്താറായി, ഞാൻ വീട്ടിൽ പോയി അമ്മയൊന്ന് കാണണം, കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലീന മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനിവിടെ ഉണ്ട്, അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് വരണോ മനുവേട്ടാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, നീ വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബബിത ഇതൊക്കെ കേട്ടെങ്കിലും ഒന്നും ചോദിക്കണമെന്നില്ല. എന്നിട്ട് മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, രോഹിത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹരിയും രോഹിത്തും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനുവേട്ട അവരാ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. കാരണം പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ്, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റ് അവർ അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ എനിക്ക് രക്ഷിക്കുകയും വേണം മനുവേട്ടാന്ന് അലീന വീണ്ടും ഫോണിൽ കൂടെ ആവർത്തിച്ച് മനുവിനോട് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ബബിത ഇറങ്ങി വരേണേ. എന്നിട്ട് അലീന അടുത്ത് ബബിത ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാടി പറഞ്ഞുണ്ടാക്കണത്, രോഹിത് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിനക്കറിയാവോ എന്ന് ചോദിച്ച് തട്ടിക്കയറണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഈ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട ബബിത, അച്ഛൻ ഒരു വശത്ത് സുഖമില്ലാണ്ട് കിടക്കണം, രോഹിത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അവൻ മനസ്സ് തുറന്ന് എന്നോട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നീ അങ്ങ് ചെന്ന് രക്ഷിക്കാൻ പറ്റിയ ആളല്ലേ, അവൻ അങ്ങനെയൊന്നും തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ബബിത പറയുന്നുണ്ട് കേട്ടോ. നീ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ പറഞ്ഞ് എൻ്റെ അനുജനും കൂടെ അവൻ എന്ന അഹങ്കാരത്തോടെ തന്നെ അലീനയും പറയുന്നുണ്ട്. അപ്പോൾ ബബിത പുച്ഛത്തോടു കൂടി അലീന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് മനു വീട്ടിലെത്തി കഴിഞ്ഞതും കമല ഓടി കരഞ്ഞ് വിളിച്ചങ്ങോട്ട് ചെല്ലുകയാണ്, എടാ നമ്മുടെ ഹരിയെ രോഹിത്ത് ചേർന്ന് ഒരു കുരുക്കിലാക്കിയെന്ന്. അമ്മയ്ക്ക് നാണം ഉണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ മോൻ രോഹിത് അവനെയും കൂടെ കുരുക്കിയവനാ. അമ്മയ്ക്ക് അറിഞ്ഞൂടെ മോൻ പണ്ട് ചെയ്ത പല കഥകളും. ഈ അലീന അന്നൊരു കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇന്നും അമ്മയുടെ മോൻ പുറം ലോകം കാണത്തില്ല, അറിയുമെന്ന് ചോദിച്ചു. എന്നിട്ട് മോനെ പൊതിഞ്ഞു പിടിക്കാനായിട്ട് നിൽക്കണം. അമ്മ എന്തിനിങ്ങനെ ഒരു മോന് ജന്മം നൽകി, മക്കളെ പ്രസവിച്ചാൽ മാത്രം പോരാ, മക്കളെ വളർത്താൻ കൂടെ അറിഞ്ഞിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹരി കിടന്ന് നല്ല ഒച്ചയെടുക്കണം. കമല കരയാണ്, എടാ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ്, നമുക്കും ഉണ്ട് ഒരു അനുജത്തി, അമ്മ ഒരു മോളെ പ്രസവിച്ചിട്ടുണ്ട്, ഇതുപോലെ 3-4 പേര് ചേർന്ന് അവളെ പിച്ച് ചീന്തി അമ്മ സഹിക്കുമോ, ഞാൻ സഹിക്കുമോ? അത് തന്നെയാണ് ആ കുട്ടിയുടെ അവസ്ഥ. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അമ്മ അതിനു വേണ്ടി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. അവന് വേണ്ടി രക്ഷിക്കാൻ ഇവിടെ നിന്ന് ഒരാളും പോവില്ല എന്നും മനു പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഈ സമയം കമല നിന്ന് കരയാണ്. കാരണം വെച്ചാൽ ഹരിയുടെ എല്ലാ തെറ്റുകൾക്കും എന്ത് കൊള്ളരുതായ്മയ്ക്കും കൂട്ടി നിൽക്കുന്ന ഒരാൾ ഈ കമലേനെ, മോന് വേണ്ട പണം എല്ലാം അങ്ങ് വളർത്തി മകനെ ഇല്ലാണ്ടാക്കിയെന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ കമല കുറേ നേരം കരഞ്ഞ ശേഷം പിന്നെ ശിവശങ്കരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ശിവശങ്കരൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷേ എന്തായാലും ഇതിൽ നിന്നും ചില്ലറ കേസിലൊന്നും തലയൂരി പുറത്തു വരാൻ പറ്റില്ല. എന്തായാലും ഇത് ഒരു ഊരാ കുടുക്ക് തന്നെയാണെന്നുള്ളത് ശിവശങ്കറിന് മനസ്സിലാവും വേണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലാണ്. ബാലചന്ദ്രൻ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. എൻ്റെ മകൻ്റെ ജീവിതം, ഒരു ആൺകുട്ടിയാണുള്ളത്, അവൻ്റെ ലൈഫ് എന്തായി തീരും, ലോകം മുഴുക്ക അറിയില്ല അവൻ ഇങ്ങനത്തെ ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബാലചന്ദ്രൻ്റെ മകൻ ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയില്ലേ എന്നൊക്കെ ഓർത്തിട്ട് ബാലചന്ദ്രനെ വീണ്ടും ആ ഒരു വിഷമം അങ്ങോട്ട് ഉള്ളിൽ കയറി വരികയാണ് കേട്ടോ. പുള്ളിക്ക് പിടിച്ച് നിൽക്കാനാവുന്നില്ല. കാരണം ഓർത്തോർത്ത് പുള്ളിക്ക് ആ ഇമോഷൻസ് കയറി വന്ന് വീണ്ടും നെഞ്ചുവേദനയൊക്കെ ഒന്ന് സീനൊക്കെ ആവുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ അലീന പറയുന്നുണ്ട്, നമുക്ക് 3 പേർക്കും വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി നിൽക്കണോ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഇവിടെ ആരും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോവാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തായാലും വമ്പൻ ട്വിസ്റ്റുകളാണ് വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ബാലചന്ദ്രൻ്റെ അവസ്ഥ ഇനി എന്തായി തീരും എന്നുള്ളത്. രോഹിത്തിൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് അലീനയ്ക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. രോഹിത്തിന് രക്ഷപ്പെടും
പൊരുത്തപ്പെടണമെങ്കിൽ രോഹിത്ത് അലീനയോട് മനസ്സ് തുറന്ന് ഉള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. അതനുസരിച്ച് മാത്രമേ അലീനയ്ക്ക് ആ പെൺകുട്ടി, അതായത് ഇവർ ഇങ്ങനെ റേപ്പ് ചെയ്ത ആ കുട്ടിയുണ്ടല്ലോ ശരണ്യ, ആ കുട്ടിയെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇതിന് എന്തെങ്കിലും രോഹിത്തിനൊരു പഴുത് കിട്ടാനുള്ള വകുപ്പുണ്ടോ എന്നൊക്കെ അലീനയ്ക്ക് ഇനി ശ്രമിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും രോഹിത്തിന് വേണ്ടിയിട്ട് അലീന ഇറങ്ങിത്തിരിക്കുന്ന സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും സത്യം പറഞ്ഞാൽ ഈ ഒരു ആകെ ഒരു ഇമോഷനായിട്ടുള്ള സീനൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ്റെ കുടുംബത്തിൽ മൊത്തത്തിലുള്ളത്. താങ്ങും തണലായിട്ടുള്ള ഒരു മകനാണത് അങ്ങനെ. പിന്നെ ഇനി ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അലീനയാണ്. അലീനയ്ക്ക് സപ്പോർട്ടായിട്ടുള്ളത് ആകെ മനു മാത്രമാണ്. പിന്നെ ഗോവർദ്ധനും മറ്റും ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇതിന് ഏത് രീതിയിലൊക്കെയാണ് മാറി മറിയുന്നതെന്നുള്ളത്. എന്തായാലും എല്ലാം നല്ല രീതിയിൽ വരട്ടെ എന്നുള്ള ഒരു ഇത് നമുക്ക് വെക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ നാളത്തെ പ്രൊമോ ഏകദേശം ഒരു ഇൻട്രോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറന്നു പോകണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറന്നു പോകണ്ട. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ ഒന്ന് സബ് ചെയ്യാനായിട്ട് മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ സുമി മുഫാസ് മൻസിൽ എന്ന മറ്റൊരു ചാനലിൽ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പ്രൊമോ ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ഗുഡ് നൈറ്റ്.